പ്രകൃതം. അപ്പൊ അച്ഛൻ എന്തോ കാര്യമായിട്ട് പണി ചെയ്യണുണ്ട് കേട്ടോ പറമ്പില്. അപ്പൊ നമുക്ക് നോക്കാട്ടോ എന്താന്ന്. അച്ഛൻ എന്താ പരിപാടി? ഞാനേ നമ്മുടെ റംബൂട്ടാനൊക്കെ പഴുത്ത് കണ്ടായിരുന്നോ? നമ്മൾ ആദ്യം കുറെ പറിച്ചില്ലേ, ഇത് രണ്ടാമതും കുറെ പഴുത്ത് പോണം. നമുക്കത് പറിച്ചാലോ? ഇത് കണ്ടോ, ഇത്ര റംബൂട്ടാൻ പഴുത്താണ് കണ്ടോ? നമുക്കിത് അനിക്കുട്ടാ റംബൂട്ടാൻ പറിയാം. വേണോ? പിടിച്ചോ കേട്ടോ, കഴിക്കരുത് കേട്ടോ, പൊളിച്ചു തരാം. അനിക്കുണ്ടത് ജാതിക്കൊക്കെ പറിക്കൊണ്ട് പോകണു. അനിക്കുട്ട നമുക്ക് ജാതിക്കാൻ റംബൂട്ടാനും പറിക്കാം. അനിക്കുട്ടാ വെച്ചു പറിക്കാം. മേളിൽ കുറെ ഉണ്ടല്ലേ, നമുക്ക് ടോപ്പിലേക്ക് കയറിയാണല്ലേ. നമുക്കിത് പറിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറിക്കാൻ പറ്റുള്ളൂ അല്ലേ? പഴുത്ത് നല്ല ജ്യൂസിയാണ്, കണ്ടാലറിയാട്ടോ. എനിക്കിട്ടെ ഇത് കൊണ്ട് കൊട്ടിലിട്, കൊട്ടേ കൊണ്ടിട്ട്. ഓക്കേ, എനിക്കൊണ്ട് റംബൂട്ടാൻ പൊളിച്ചു തരട്ടെ. ഇതുണ്ടാ കുരു കളഞ്ഞിട്ടാണോ കൊടുക്കണേ? റംബൂട്ടാൻ നമ്മൾ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴേ റംബൂട്ടാൻ ഇങ്ങനെ ഇതിങ്ങനെ അടർന്നു വന്ന റംബൂട്ടാനാണ്. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് കഴിക്കാൻ കൊടുക്കണം എന്നാ, അല്ലെങ്കിൽ ഭയങ്കര അപകടം. കണ്ടിട്ടില്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറില്ലേ, റംബൂട്ടാൻ ഇങ്ങനെ കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങിയെന്നൊക്കെ. അപ്പം ഇങ്ങനെ അടത്തിയെടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കാവുള്ളൂ കഴിക്കാൻ. കഴിച്ചോളൂ അനിക്കുട്ടാ. എങ്ങനെയുണ്ട്, നല്ലതാണോ? റംബൂട്ടാൻ കുറച്ച് നമുക്ക് പറിക്കാം കേട്ടോ. അനിക്കുട്ടിനെ കൊണ്ട് വിട്ടിട്ട് വാ, നമുക്ക് അതിൻ്റെ ബാക്കി കൂടെ പറിക്കാം. ബക്കറ്റ് എടുത്തോണ്ട് പോക്കോ. ലച്ചു, റംബൂട്ടാനൊക്കെ എല്ലാം പറിച്ചോ? ഏകദേശം കുറെ റംബൂട്ടാൻ കിട്ടിയില്ലേ? എങ്കിലും ഇനിയുള്ളതൊക്കെ ഒത്തിരി ടോപ്പിലാ. നമുക്കത് ഈ തോട്ടി പോരാ, നമുക്കത് വേറെ തോട്ടി കൊണ്ട് വന്നിട്ട് പിന്നെ ട്രൈ ചെയ്യാം അല്ലേ? നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ?